അടുത്ത വർഷത്തേക്ക് അവർക്ക് പേര് പറഞ്ഞേക്കണം. ഈ പേര് ശ്രദ്ധിക്കാൻ മറന്നുപോയിട്ടും വരാതിരിക്കുന്നത് ബാക്കി പേര് ഇപ്രാവശ്യത്തിനൊപ്പം നിങ്ങൾക്ക് കാണിച്ചു തരും. അവിടെ തയ്യാറാക്കിക്കൊള്ളുകയും എന്ന് പറഞ്ഞു. അവർ പോയി താൻ പറഞ്ഞ പോലെ കാണുകയും പെസഹ ഒരുക്കുകയും ചെയ്തു. സമയമായപ്പോൾ യേശു വന്ന് ഭക്ഷണത്തിനിരുന്നു. തന്റെ 12 സ്ലീഹന്മാരും തന്നോട് കൂടെ ഇരുന്നു. താൻ അവരോട് പറഞ്ഞു, ഞാൻ പീഡ അനുഭവിക്കുന്നതിന് മുൻപ് ഈ പെസഹ നിങ്ങളോട് ഒരുമിച്ച് ഭക്ഷിപ്പാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു. എന്തെന്നാൽ ദൈവരാജ്യത്തിൽ പൂർത്തിയാകുന്നതുവരെ ഇനി ഞാൻ ഇത് ഭക്ഷിക്കുകയില്ല എന്ന് നിങ്ങളോട് പറയുന്നു. താൻ കാസ എടുത്ത് സ്തോത്രം ചെയ്തിട്ട്, ഇത് നിങ്ങൾ വാങ്ങി നിങ്ങളുടെ ഇടയിൽ ഭാഗിച്ചെടുക്കും. എന്തെന്നാൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിച്ചാറിൽ നിന്ന് ഞാൻ കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. താൻ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അവരോട്, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. എന്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അവർ ഭക്ഷണം കഴിച്ച ശേഷം ഇങ്ങനെ തന്നെ പാനപാത്രത്തെ കുറിച്ച് പറഞ്ഞു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തം കൊണ്ടുള്ള പുതിയ നിയമമാകുന്നു. എന്നാലോ എന്നെ വിട്ടുകൊടുക്കുന്നവന്റെ കൈവേശമേറുന്നു. നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകും. എന്നാൽ ആര് മൂലം അവനെ എത്തിച്ചു കൊടുക്കുന്നുവോ ആ മനുഷ്യന് കഷ്ടം. അവരിൽ ആരായിരിക്കാം ഇത് ചെയ്യാനിരിക്കുന്നത് എന്ന് അവരുടെ ഇടയിൽ അന്യോന്യം അവർ അന്വേഷിച്ചു തുടങ്ങി.